ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മെൽസ് ഹോളിനെ പറ്റിയാണ്. മെൽ വാട്ടേഴ്സ് എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മുടെ മെൻസ്റ്റാസ് റിഡ്ജ് വെസ്റ്റ് ഓഫ് ഇലൻസ്ബർഗ് വാഷിങ്ടണിലാണ് ഇതുണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്നത് ഒരു 1997 ആ പീരീഡിലാണ്. അപ്പോൾ മെൽസിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു വെല്ലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കിണറുണ്ടായിരുന്നു. ഈ കിണർ മെല്ലും പിന്നെ അവിടെ ചുറ്റുപറ്റിട്ട ആൾക്കാരും യൂസ് ചെയ്തത് വേസ്റ്റ് ഡംപ് ചെയ്യാനാണ്. അതായത് ഇലക്ട്രോണിക്സ്, പഴയ ടയേഴ്സ്, ഇതുപോലത്തെയുള്ള സാധനങ്ങൾ ഡംപ് ചെയ്യാനായിരുന്നു. ഒരു ദിവസം മെല്ലിന് ഒരു ചിന്ത വന്നു, എന്താണ് ഈ കിണർ നിറയാത്തത്? ഇത്രയും കാലമായിട്ട് വേസ്റ്റ് ഇട്ടിട്ടും എന്താണ് ഈ കിണർ നിറയാത്തത്? പിന്നെ ഈ വേസ്റ്റൊക്കെ ഇടുമ്പോൾ ഒരിക്കലും ഇതിൽ വേസ്റ്റ് താഴെ വീണ ഒച്ച കേൾക്കാറില്ല, ഇക്കോ വരാറില്ല. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ പട്ടികളില്ലേ, മെല്ലിന് പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടിയും മെല്ലിൻ്റെ പട്ടിയും പിന്നെ ചുറ്റുവിട്ട ആൾക്കാരുടെ പട്ടിയൊന്നും അതിൻ്റെ അടുത്തേക്ക് വരാറില്ല. പോരാതെ പക്ഷികളൊന്നും ആ ഹോളിൻ്റെ മുകളിൽ കൂടെ പറക്കാറില്ല. അങ്ങനത്തെ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മെല്ലിന് തോന്നി തുടങ്ങി. ഈ റേഡിയോ അല്ലേ, മെല്ല് റേഡിയോ യൂസ് ചെയ്യുമ്പോൾ ആ ഹോളിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസീസ് ഇങ്ങനെ ഡിസ്റ്റോർട്ട് ആവാറുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ മെല്ല് ശ്രദ്ധിച്ചു. അപ്പോൾ മെല്ലിൻ്റെ ഈ ആകാംക്ഷ കാരണം മെല്ല് ഇതിൻ്റെ ബോട്ടം സെർച്ച് ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഈ ചൂണ്ട ഉണ്ടാവില്ലേ, ഇങ്ങനെ നമ്മൾ കറക്കി കറക്കിയിടുന്ന ചൂണ്ട, അതിൻ്റെ ഒരു 4500 അടി വരെ അതിന് എത്താൻ പറ്റും ഒരു ചൂണ്ടയ്ക്ക്. മെല്ലെ ആദ്യം ഒരു ചൂണ്ട ഇട്ട് ഫുള്ള് അതിൻ്റെ ലെങ്ത്ത് ഫുള്ള് ഇട്ട്, എന്നിട്ടും അതിൻ്റെ അടി എത്തിയില്ല, അതായത് കിണറിൻ്റെ അടി എത്തിയില്ല. ഇതുപോലെ മെല്ലെ ഒരു ചൂണ്ട, 2 ചൂണ്ട ആഡ് ചെയ്തു, 3 ചൂണ്ട ആഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഒരു 80,000 അടി വരെ താഴ്ച വരുന്ന ചൂണ്ടയൊക്കെ ആഡ് ചെയ്ത് ആൾ നോക്കി കിണറിൻ്റെ അടി എത്തുന്നുണ്ടോയെന്ന് നോക്കി. എന്നിട്ടും കിണറിൻ്റെ അടി കിട്ടിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് ഇത് 1997 നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ട്, കോസ്റ്റ് ടു കോസ്റ്റ് AM എന്ന് പറഞ്ഞ ഒരു റേഡിയോ പ്രോഗ്രാം. അപ്പോൾ മെല്ല് അതിലേക്ക് ഈ കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആർട്ട് ബെല്ലായിരുന്നു അതിൻ്റെ ഓർഗനൈസർ. അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഇതേപോലെയാണ് വെല്ല്, ഇത്ര അടി എത്തുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പട്ടികളൊന്നും അതിൻ്റെ അടുത്ത് വരാറില്ല, മൃഗങ്ങളുടെ എക്സിസ്റ്റൻസ് ഒന്നും അതിൻ്റെ അടുത്തില്ല, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ആൾ റേഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഓഡിയൻസസ് കൂടി, ഓഡിയൻസസ് ഇഷ്ടംപോലെ ആൾക്കാർ അത് അറിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ US ഗവൺമെൻറ്റും ഇതറിഞ്ഞു. US ഗവൺമെൻറ് ഇത് അറിഞ്ഞതോടുകൂടെ ഈ മെല്ലെന്ന് പറഞ്ഞ ആൾ ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ ആളുടെ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ എൻട്രൻസസും ബ്ലോക്ക് ചെയ്തു. ആൾ അന്വേഷിച്ചപ്പോൾ ആളോട് പറഞ്ഞത് ഇവിടെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾ ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്തെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെല്ലിന് ചെറിയൊരു ഐഡിയ പിടികിട്ടി, അതായത് ഇങ്ങനെ US ഗവൺമെൻറ് വന്ന് ബ്ലോക്ക് ചെയ്യാന്നുള്ള ഇത് സംഭവം പിടികിട്ടി. അങ്ങനെ മെല്ലിന് സ്വന്തം പ്രോപ്പർട്ടി തന്നെ നഷ്ടപ്പെടുകയാണ്. മെല്ലിനോട് പറയാണ്, എത്രയോ മില്യൺ റുപ്പീസ് തരാം, നീ ഇവിടുന്ന് നാട് കടന്ന് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും സെറ്റിലാവ്, ഇവിടെ നീ താമസിക്കണ്ട. പിന്നെ ഒരു നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻറ്റ്, അതായത് ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഉള്ള ഒരു പേപ്പർ സിഗ്നേച്ചർ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ മെല്ലെ അങ്ങനെ പോയി. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന ആൾക്കാരെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഫോൺ എടുക്കുന്നില്ല, ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ആൾക്ക് തിരിച്ചു വരാൻ തോന്നുകയാണ്. കാരണം ആളുടെ ഫാമിലീസൊക്കെ ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ആൾ പക്ഷേ എഗ്രിമെൻ്റ് പ്രകാരം ആൾ വരാൻ പാടില്ല. അന്നാൾ ആൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കണേ, ആളുടെ ബസ്സിൽ തന്നെ US ഗവൺമെൻറ് ആൾക്കാർ പിക്ക് ചെയ്യാണ്. പിക്ക് ചെയ്തിട്ട് പിന്നെ ആൾ ബ്ലാക്ക് ഔട്ട് ആവണം. പിന്നെ ആൾ എനിക്കുന്നത് വേറെ ഏതോ സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മുടെ സ്റ്റോറിയുടെ ഒരു എൻഡിങ് ആയിട്ട് വരുന്നത്. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നേറ്റീവ് അമേരിക്കൻ നെവാഡയിലുള്ള ആൾക്കാർ ഇയാളെ അപ്രോച്ച് ചെയ്യണം. അതായത് ഇതേപോലെ തന്നെ വീണ്ടും വേറൊരു ഹോളുണ്ട്, അതിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ചിലർ പറയുന്നത് ഇത് വേറൊരു ഡയമെൻഷനിലേക്കുള്ള ഹോളാണ്,
അല്ലെങ്കിൽ വേറൊരു ടൈമിലേക്ക് പോകാൻ പറ്റിയ ഒരു ഹോളാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഹോളോ എർത്ത് തിയറി ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു ഹോളോ എർത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയത്, അതായത് ഒരു ദിവസം മെല്ലിൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ അവരുടെ ചത്ത പട്ടിയെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പട്ടി ജീവനോടെ നടക്കുന്നത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. അതെങ്ങനെ മനസ്സിലായി? ആ സെയിം കോളർ, അതായത് ചത്തപ്പോൾ ഉണ്ടായിരുന്ന ആ സെയിം കോളർ വീണ്ടും വന്ന ആ പട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ വീണ്ടും വന്ന പട്ടി അവരുടെ ഓണറിൻ്റെ പറ്റിയുള്ള ഒരു ഇതാണ് അവരുടെ ഓണർ, ആ ഒരു സ്നേഹം ഉണ്ടാവില്ല പട്ടിക്ക്, അതൊന്നും കാണിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് അതിനെ ഓണറിനെ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കൂടെ ഇതൊരു പാരലൽ യൂണിവേഴ്സിലേക്കുള്ള വഴി ആയിരിക്കാം എന്ന് ചിലവർ പറയുന്നു. പിന്നെ ഒരു നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഗിളിൻ്റെ മുമ്പ് ഒരു ടെറ സെർവർ എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ടായിരുന്നു, ഈ ഗൂഗിൾ മാപ്സ് ഒക്കെ പോലെ തന്നെ. അത് ഈ ഒരു സ്പേസ് ഹിഡൻ ചെയ്തിട്ടാണ് വച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു റീസൺ ഉണ്ട്. ഇത് നമുക്ക് മൊത്തത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും.